Hi everyone, welcome back to the Playing 11. So Ramshad, welcome Good back. evening, Huda. Good evening. So നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ഗെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗെയിം കിട്ടി. ബ്ലോക്ക് ബസ്റ്റർ നൈൽ ബൈറ്റിംഗ് ഗെയിം തന്നെയായി ഇന്ന്. അതെ ഓസ്ട്രേലിയ. സോ വീണ്ടും റംഷാദിന്റെ പിക്ക് ഫാന്റസി പിക്ക് ഇന്ന് സെഞ്ചുറി അടിച്ചു 165. എനിക്ക് തോന്നുന്നു റംഷാദ് പറഞ്ഞ ആൾക്കാരെ നിങ്ങൾ ക്യാപ്റ്റൻ ആയിട്ട് ഇട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജാക്ക്പോട്ട് അടിക്കാം. അതെ, ചാനൽ ഫോളോ ചെയ്തോളി. എല്ലാ ദിവസവും ജാക്ക്പോട്ട് അടിക്കാൻ അവസരമുണ്ട്. അതെ, റംഷാദ് ആരെയാണോ ക്യാപ്റ്റൻ ആക്കാൻ പറയുന്നത് അയാളെ ക്യാപ്റ്റൻ ആക്കിയ ജാക്ക്പോട്ട് അടിക്കുക. ഇന്നലെയും പറഞ്ഞ ആള് സെഞ്ചുറി അടിച്ചു, ഇന്നും പറഞ്ഞ ആള് സെഞ്ചുറി അടിച്ചു. അപ്പൊ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യുന്നു. 351 റണ്ണ്, പടുകൂറ്റ സ്കോറാണ് ഇംഗ്ലണ്ട് എടുത്തത്. പക്ഷേ മൈറ്റി ഓസ്ട്രേലിയ അത് 47.3 ഓവറിൽ വളരെ അനായാസം ചേസ് ചെയ്തു. അതാണ് നമ്മൾ അന്നും പറഞ്ഞത്. സോ ലൈക്ക് നമ്മള് ഒരിക്കലും ഇവരെ എന്ത് ചെയ്യാൻ പോലെ എഴുതി തള്ളാൻ പാടില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ഓസ്ട്രേലിയനെ ICC ഇവന്റ്സിൽ. അതെ, അതും പ്രമുഖരായ കളിക്കാരില്ലാതെ പോലും അവർ ഇംഗ്ലണ്ടിനെ, എനിക്ക് തോന്നുന്നു പേപ്പറിലെ ശക്തർ ഇംഗ്ലണ്ട് ആയിട്ട് പോലും ഈസി ആയിട്ട് ഓസ്ട്രേലിയ അടിച്ചു. റീസെന്റ് ശ്രീലങ്കയോട് സീരീസ് തോറ്റ് വന്ന ടീമാണ് ഈ ടീം. സോ അവര് ICC എത്തിയപ്പോ നമുക്ക് ഫസ്റ്റ് ബൗളിംഗ് ചെയ്തപ്പോഴും തോന്നി ഇവരൊരു എന്താ പറയാ ഒരു ജയത്തിലോട്ട് പോയില്ല. ഒരു 350 കൺസീഡ് ചെയ്തപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഓസ്ട്രേലിയ. ബോളിംഗിലെ എല്ലാ പ്രശ്നങ്ങളും കണ്ടു. ഡെത്ത് ഓവറിൽ എറിഞ്ഞത് ലബുഷേനാന്ന് തോന്നുന്നു. അതെ, ബോൾ ചെയ്യാൻ ആളില്ല. അല്ലാത്ത സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ 11 നമുക്ക് സീന ബോട്ടും അതുപോലെ തന്നെ നമ്മളെ ഹാർഡിയും പറഞ്ഞിരുന്നു. ആരോൺ ഹാർഡിയെ നമ്മൾ പറഞ്ഞു. രണ്ടുപേരും കളിച്ചിട്ടില്ല. അവര് ക്യാരിക്ക് പോയി. ഓക്കെ, ക്യാരി നന്നായിട്ട് പെർഫോം ചെയ്തു. യെസ്, ബട്ട് അവർക്കൊരു 5th ബൗളർ ഇല്ലാതെ ഇറങ്ങിയത്. വെറും 4 ബൗളേഴ്സ് വെച്ചിട്ട് ഇറങ്ങിയത്. സോ ഓപ്ഷൻ മാക്സ്വെൽ, ലബുഷേൻ, ഷോട്ട് എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. ബട്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ട് പോയി. ആ 10 ഓവർ, ആ ഷെയ്ഡ് 10 ഓവർ വളരെ എക്സ്പെൻസീവ് ആയി പോയി. നദാൻ എലീസും ആഡം സാമിയും ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാവരും ഒരു 7+ ഒരു 8 റൺ പെർ ഓവറിലാണെന്ന് പോയത്. അതെ, ഇതിനകത്ത് അവരത് നന്നായിട്ട് മുതലെടുത്തു. ആദ്യത്തെ 2 വിക്കറ്റ് പെട്ടെന്ന് പോയെങ്കിലും ബെൻഡക്കറ്റും ജോ റൂട്ടും ഞാൻ സർപ്രൈസിംഗ്ലി ഈ ഇംഗ്ലണ്ട് ബാറ്റിംഗ് ഇന്ന് കളിച്ചത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് കളിച്ച്. കഴിഞ്ഞ ഇന്ത്യയോടൊപ്പം കളിച്ച പോലെ ഒന്നല്ല. കാരണം ഫസ്റ്റ് 2 വിക്കറ്റ് അവർ പോയി. ജോ റൂട്ട് ആൻഡ് ബെൻഡക്കറ്റ് നല്ലൊരു പാർട്ട്ണർഷിപ്പ്, ഒരു നല്ല റെസ്പോൺസിബിൾ ആയിട്ട് കളിച്ചു രണ്ടുപേരും. അതിനുശേഷം വന്നവരും അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. സോ ഇതാണ് വൺ ഡേക്ക് വേണ്ട ഫോർമാറ്റ്. സോ എല്ലാ ബോളും ബേസ് ബോൾ എന്ന് പറഞ്ഞാൽ അടിച്ച് പോവാതെ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. അതെ, സോ അവര് നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയക്ക് അതിന്റെ ബോളിങ്ങിന്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഫാസ്റ്റ് ബോളിങ്ങിന്റെ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് സംഭവം നമ്മൾ പറഞ്ഞു തന്നില്ലേ, ജയിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ആ മാർഗത്തിൽ കൂടെ എത്തും. ഇന്നത്തെ മാർഗം ആയിരുന്നു ഡെക്കറ്റ് ഇന്നിംഗ്സ് എന്ന് പറഞ്ഞാൽ മാർവലസ് ഇന്നിംഗ്സ് ആയിരുന്നു. അതെ, 17 ബൗണ്ടറി 3 സിക്സ് അടക്കം ആള് 165 റണ്ണാണ് അടിച്ചത്. അതെ, ജോഷ് ഇംഗ്ലീഷിനെ തറപറ്റിച്ചു എന്ന് പറയാം. 3ാമത്തെ ഹയസ്റ്റ് സ്കോറാന്ന് തോന്നുന്നു ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ. അതെ, അതിന് നല്ലൊരു കൂട്ടായിട്ട് ജോ റൂട്ട് ഉണ്ടായി 68 റണ്ണ്. പക്ഷെ അതിനുശേഷം എന്ത് പറ്റി, സ്കോറിങ് കുറഞ്ഞു. ഒരു 10-20 റണ്ണ് അവർ ഷോർട്ടാണ് ശരിക്കും അവര് ടോട്ടൽ സ്കോറിനകത്ത്. അവര് വന്ന ഒരു പേസിന് അവർക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് തോന്നുന്നത് എനിക്ക് ജോഫ്ര ആർച്ചറിന്റെ 1-2 ഹിറ്റിലാണ് അവർ കുറച്ച് സ്കോർ ആയത്. ഇതിൽ മറ്റേ ലിവിങ്സ്റ്റന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ 20 കളി കളിച്ചാൽ ഒരു കളി ജോഫ്ര ആർച്ചറിന്റെ 2-3 ഹിറ്റിംഗ് എബിലിറ്റി വന്നില്ലായിരുന്നെങ്കിൽ വീണ്ടും ടീം സ്കോർ 330-320 പോയേനെ. സോ കളി എന്താ പറയാ, ഒരു നല്ലൊരു മാച്ചായിരുന്നു. ഓസ്ട്രേലിയ അനായാസം മറികടന്നു. ഒരു വലിയൊരു സ്കോർ കാർഡിന്റെ ഒരു പ്രഷർ ഒന്നും ഇല്ലാതെ നന്നായിട്ട് കളിച്ചു. അവര് ഫസ്റ്റ് ഒരു ഏർലി വിക്കറ്റ് പോയിട്ടും വിക്കറ്റ് 2 അവർ എടുത്തു. പിന്നെ മാത്യു ഷോട്ടും ലബുഷേനെയാണ് അവർ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം ഇംഗ്ലീഷിന്റെ ഒരു ക്യാരിയും അവർ തമ്മിലുള്ള നല്ലൊരു, പിന്നെ മാക്സ്വെൽ പറഞ്ഞ പോലെ ലാസ്റ്റ് അവരുടെ റോള് കറക്റ്റ് ചെയ്തു. ഇംഗ്ലീഷിന്റെ ബാറ്റിംഗ് ഭയങ്കര അനായാസമാണ് ഇംഗ്ലീഷ് കളിച്ചത്.
അതിൽ എനിക്ക് എടുത്തു പറയേണ്ടത് മാർക്ക് വുഡിന്റെ ഓവറുകളെല്ലാം 150+ ആണ് ആളെല്ലാ ഓവർ എറിഞ്ഞിട്ടുണ്ട്. അതാ സർപ്രൈസിംഗ്ലി എന്താ പറയാ, ഇംഗ്ലണ്ടിന്റെ സൈഡ് എല്ലാവരും ഇന്ന് സ്ലോവേഴ്സും കട്ടേഴ്സും ആണ് പറഞ്ഞത്. ഇംഗ്ലണ്ടിന്റെ സൈഡിൽ നിന്ന് എല്ലാവരും നല്ല 145 കേസാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരു T20 ബൗളേഴ്സിനെ പോലെയാണ് ഓസ്ട്രേലിയയിലെ എല്ലാ ബൗളേഴ്സും എറിഞ്ഞത്, സ്ലോ ബോളേഴ്സ്. നമ്മൾ ജെന്യുവൻലി കണ്ട ഈ കമ്മിൻസ്, സ്റ്റാർക്ക്, ഹേസൽവുഡിന്റെ ഒരു സീം ബോളിംഗ് ഒന്നും നമ്മൾ കണ്ടില്ല. അതെ. സോ 350 എന്നുള്ള സ്കോറൊക്കെ അനായാസ സ്കോർ മറികടന്നു. വളരെ അനായാസ സ്കോറായി മാറി 350 എന്ന് പറഞ്ഞ സ്കോറൊക്കെ. ഓസ്ട്രേലിയ വീണ്ടും തെളിയിച്ചു. സോ അവര് എന്താണ് അവർ ICC ടീമില്, ICC ടൂർണമെന്റ് വന്ന അവരെന്താണ് ഏതാണെന്നുള്ളതൊക്കെ അവര് തെളിയിച്ചു. അതെ. അപ്പം ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് ശരിക്ക് ഡക്കറ്റ് അല്ല, ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനെ നമ്മൾ രണ്ടുപേരും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ? പ്രെഡിക്റ്റ് ചെയ്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഫാന്റസി പോയിന്റ്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഡക്കറ്റിനാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനകത്ത് ജോ റൂട്ട്, ഡക്കറ്റ്, റൂട്ട്, പിന്നെ സാംബ. ഞാൻ ചെറുതായിട്ട് മാട്രിക് ആവുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അല്ല, ഈ ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്ത് മാത്യു ഷോട്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. മാത്യു ഷോട്ട് കളിച്ചു. മാത്യു ഷോട്ട് മാത്രമേ കളിച്ചുള്ളൂ, ബാക്കി എല്ലാവരും കളിച്ചില്ല. ചെറിയൊരു മാട്രിക് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. സോ അതാണ് ഇന്നത്തെ ഒരു എന്താ പറയാ, നല്ലൊരു കളി, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു കളി. സോ ഇംഗ്ലണ്ട് പോയിന്റ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, ഓസ്ട്രേലിയ പോയിന്റ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇംഗ്ലണ്ടിന് അടുത്ത 2 മത്സരം നിർണായകമായി. സോ അത് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള മത്സരം അതിനിർണായകമായിരിക്കും. സോ ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനായിട്ട് കളിക്കാൻ വരുന്ന സമയത്ത് അവരുടെ സ്പിന്നിന് കളിക്കാവുന്ന പ്രശ്നങ്ങൾ, ഇന്ന് സാമ്പന മാത്രം അവർക്ക് ശരിക്കും കളിക്കാൻ പറ്റാതിരുന്നത്. ഈസി ആയിട്ട് കളിച്ചു. അവര് മീഡിയം പേസിനേഴ്സ് എല്ലാം ഈസി ആയിട്ട് കളിച്ചു. സാമ്പയ്ക്കെതിരെയാണ് അവർക്ക് കുറച്ച്. 2 ടീമിനും ബോളിംഗിൽ പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ മത്സരത്തിൽ. ഡെത്ത് ഓവേഴ്സിൽ പ്രശ്നങ്ങളുണ്ട് 2 ടീമിനും. ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് ബൗളിംഗും ഭയങ്കര ഈ പറഞ്ഞ അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് എഫക്റ്റീവ് അല്ല. നമ്മള് മുമ്പ് 2019 കണ്ട ജോഫ്ര ആർച്ചറെ അല്ല, വീക്കായി പോയി ഭയങ്കര. അതെ, നമ്മൾ ആ കണ്ട ജോഫ്ര ആർച്ചറെ അല്ല. ആളുടെ ആക്ഷനിൽ മാറ്റം വന്നിട്ടുണ്ട്, ആളുടെ പേസിൽ മാറ്റം വന്നിട്ടുണ്ട്. മാർക്ക്വുഡ് നമുക്കറിയാം, മാർക്ക്വുഡ് ഓൾവേസ് ഇൻ എക്സ്പെൻസീവ് സൈഡ് ആയിരിക്കും. അത് മാത്രമാണ് ഒരു വൺ സൈഡ് നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരാൾ. സോ ഇന്ന് കാർസും കുറച്ച് വളരെ എക്സ്പെൻസീവ് ആയിട്ട് പോയി. കാർസിനും വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ മത്സരം നല്ലൊരു മത്സരമായി. അതെ, ഇനിയിപ്പോ നാളെ അതെ, ഇതിലും വലിയ. സോ റൈവൽറി വൈസ് വലിയൊരു ഗെയിമാണ്. പക്ഷെ 2 തുല്യശക്തികളുടെ ഏറ്റുമുട്ടലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്കാണ്. നാളെ ഇന്ത്യ പാകിസ്ഥാൻ. നാളെ ആക്ച്വലി നടക്കുന്നത് ഇന്ത്യൻ ബാറ്റേഴ്സ് പാകിസ്ഥാൻ ബൗളേഴ്സ് തമ്മിലുള്ള മത്സരം. പാകിസ്ഥാൻ ബൗളേഴ്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് പാകിസ്ഥാൻ ടീമിന്റെ കൂടെ കളി എന്ന് പറഞ്ഞാലേ പേടിയാവും. കാരണം അവരുടെ ടീമിനെ കണ്ട എനിക്ക് തോന്നുന്നു ഹെഡ് ടു ഹെഡിൽ കഴിഞ്ഞ ആ ടൈമിലെല്ലാം പാകിസ്ഥാനാണ് എപ്പോഴും എഡ്ജ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാൻ എന്നും നല്ല ബോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്, ഫാസ്റ്റ് ബോളേഴ്സ്. സോ ICC ഇവന്റ്സിൽ എടുക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ടെങ്കിലും നമ്മൾ പണ്ട് ബൈലാറ്ററൽ സീരീസ് കളിച്ചുകൊണ്ട സമയത്തെല്ലാം പാകിസ്ഥാനാണ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യുക. കാരണം അവരുടെ ടീം സ്ട്രെങ്ത് എന്ന് പറഞ്ഞ വപ്പാരായിരുന്നു. ഈവൻ ബൗളിംഗ് എടുത്താലും അക്തർ, വക്കാർ യൂനിസ്, വസീം അക്രം, അബ്ദുൾ റസാഖ്, സക്ലീൻ മുസ്താഖ്, ഈ ബാറ്റിംഗിൽ വന്ന യൂനിസ് ഖാൻ, ഇൻസമാമുൽ ഹക്ക്. സോ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ ആ ടീമിനൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. ബട്ട് നമ്മളെന്നും പറയും പാകിസ്ഥാൻ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഏത് കൊലകൊമ്പന്മാരെയും വീഴ്ത്തും, ഏത് ചെറിയ ടീമിനോടും തോൽക്കും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടീമാണ് അന്നും ഇന്നും പാകിസ്ഥാൻ. സോ നാളെ ഇന്ത്യ ആയിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവരുടെ കളി നിർണായകമാണ്. നാളെ അവർക്ക് നിർണായകമായ മത്സരമാണ്. നാളെ അവർ തോറ്റാൽ ഹോസ്റ്റ് ആദ്യം പുറത്താകുന്ന ടൂർണമെന്റ് ആയി പോകും. കളി തുടങ്ങി ഒരാഴ്ച പോലും പിന്നീട് ഹോസ്റ്റ് പുറത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതെ. സോ നാളെ എന്തെങ്കിലും ടീംസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഫക്കർ സമാൻ റൂൾഡ് ഔട്ട് ആണ്. പകരം ഇമാമുൽ ഹക്കാണ് തോന്നുന്നു ടീമിൽ. അവരുടെ ഓൾറെഡി ഉസ്മാൻ ഖാൻ അവരുടെ ടീമിലുണ്ട് ബാക്കപ്പ് ഓപ്പറേറ്റർ ആയിട്ട്. സോ ഉസ്മാൻ ഖാനെ കളിപ്പിക്കുക ഇമാമുൽ ഹക്ക് ടീമിൽ വരുമോ എന്നുള്ളത് അറിയില്ല. സോ അത് മാത്രമായിരിക്കും പാകിസ്ഥാനിലെ ചേഞ്ച്, അല്ലെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ടോ? വേറെ ചേഞ്ച് അവര് ഫാസ്റ്റ് ബോളേഴ്സിനെ തന്നെ ആയിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നാളെ. സോ ഫക്കർ സമാന്റെ ഒരു മിസ് അവർക്ക് വലിയ മിസ്സാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒറ്റൊരു എക്സ് ഫാക്ടർ ബാറ്റർ ഫക്കർ സമാനാണ്.
ബാക്കി പറഞ്ഞ പോലെ നമുക്ക് കഴിഞ്ഞ കളി നമ്മൾ കണ്ടു, ലൈക്ക് ബാബർ ആയാലും റിസ്വാൻ ആയാലും കൺസർവേറ്റീവ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്. കാരണം ഇന്നിപ്പോ ജോഷ് ഇംഗ്ലീഷ് ആകെ എനിക്ക് തോന്നുന്നു 85-90 ബോളിനുള്ളിലാണ് കളിച്ചത്. അതെ, ഇതേ സെയിം ബോൾസ് ആണ് ബാബർ അസം കഴിഞ്ഞ ഫസ്റ്റ് കളി കളിച്ചത്. ബട്ട് ആ ബാബർ അസം ആ കളി എടുത്തത് 60 റൺ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഡബിൾ ജോഷ് ഇംഗ്ലീഷ് എടുത്ത്. സോ ഇതാണ് മോഡേൺ ഡേ ക്രിക്കറ്റ്. മാച്ച് ചേഞ്ചിങ് ഇന്നിംഗ്സ് ആണത്. അതെ, ഇതാണ് മോഡേൺ ഡേ ക്രിക്കറ്റ്. ഈ മോഡേൺ ഡേ ക്രിക്കറ്റിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? കാരണം ബാബർ അസമിന്റെ സ്കില്ലിനെ കുറിച്ചൊന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇല്ല. ബാബർ അസം ഭയങ്കര ടെക്നിക്കലി സൗണ്ടഡ് ആയിട്ടുള്ള ബാറ്ററാണ്. അതിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. ബട്ട് ആ ഒരു ഇന്റന്റ് കാണിക്കുന്നില്ല, ഒരു ടീം സ്പിരിറ്റ്. നമുക്ക് ഈ കളി നമ്മൾ ജയിക്കാനാണ്, അല്ലെങ്കിൽ ഈ ടീമിനെ എങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകണം ഒരു ഫ്രാഞ്ചൈസിൽ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് സ്കോർ എത്ര വെച്ചിട്ട് വേണം നമ്മൾ കളിക്കുക, അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ലാതെ ഒരു സെൽഫ് ഒരു ഇതിനു വേണ്ടി കളിക്കുന്നത് പോലെ തോന്നാറുണ്ട്. അത് ആക്ച്വലി എല്ലാ പ്ലേയേഴ്സിനും ഒരു മോശം സമയം ഉണ്ടാവല്ലോ. അപ്പം ബാബർ അസം തിരിച്ചു വരുന്ന നമുക്ക് പ്രത്യാശിക്കാം. ഇന്ത്യൻ ടീം വരികയാണെങ്കിൽ ബാറ്റിംഗിൽ ഇന്ത്യക്ക് കഴിഞ്ഞ കളിയിൽ അത്യാവശ്യം എല്ലാവർക്കും നല്ല തുടക്കം തന്നെ കിട്ടിയിട്ടുണ്ട്. കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ പാകിസ്ഥാനായിട്ട് കളിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്യലുണ്ട് ഇനീഷ്യലി കുറച്ച് ഓവറുകളിൽ. അത് ഓവർകം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു മാച്ച് നാളെ കാണാൻ പറ്റും. സോ ഇന്ത്യൻ ടീമിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇന്ത്യൻ ടീമില് മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിന്നിംഗ് 11 മാറ്റാറില്ല യൂഷ്വലി രോഹിത് ശർമ്മ. നമുക്ക് മാറ്റണേ അർഷദീപ് സിംഗ് മാത്രമാണ് ആ ഒരു കൺസേൺ. ബട്ട് മാറ്റരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അർഷദീപിനെ കളിപ്പിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് കളിനെ കളിപ്പിക്കണമായിരുന്നു. അർഷദീപിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. കാരണം അർഷദീപ് അണ്ടർ ദ ബൂംറ ഷാഡോ നമ്മളെ അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു ബൗളറാണ് അർഷദീപ്. സോ ബൂംറ ഇപ്പുറത്തെ സൈഡ് വലിയ ഒരു വൻമരായിട്ട് നിൽക്കുന്ന സമയത്തും ടീമിന്റെ എല്ലാ കളിയും കോൺട്രിബ്യൂട്ട് ചെയ്ത ബൗളറാണ് അർഷദീപ്. സോ ഈവൻ ടി20 ആയിക്കോട്ടെ, ബാക്കി കിട്ടിയ ചാൻസസ് എല്ലാം വളരെ നല്ല രീതിക്ക് ബൗൾ ചെയ്ത ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് നന്നായി ബൗൾ ചെയ്തൊരു ബൗളറാണ് അർഷദീപ്. സോ അർഷദീപ് സിംഗിന്റെ മൈൻഡിൽ ചിലപ്പോൾ ഉണ്ടാവും. സോ ഇതിലും കൂടുതൽ ഞാൻ എന്തായാലും ചെയ്യേണ്ടത് ടീമിൽ ഇടം നേടാം എന്നുള്ളൊരു കാര്യം അർഷദീപ് സിംഗിന്റെ ഉള്ളിൽ പോകുന്നുണ്ടാവും. ഒരു ഫാസ്റ്റ് ബോളർ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുൽദീപ് യാദവ് പുറത്തേക്കേണ്ടി വരും. ഇല്ല, അത് എനിക്ക് തോന്നുന്നില്ല അവരൊരു സ്പിന്നറെ പുറത്തിരുത്തുന്നു. ബട്ട് സോ ഹർഷിത് റാണയുടെ ഒപ്പം പോയി ടീം. ബട്ട് ഇനി മാറ്റരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ ഹർഷിത് റാണയെ മാറ്റി വീണ്ടും ഹർഷിദിനെ കൊണ്ടുവന്ന ഇതേ സെയിം ഫീലിംഗ് ഹർഷിത് റാണയ്ക്കും വരും. ഡീസന്റ് ആയിട്ട് ഞാനും പെർഫോം ചെയ്തു. വിന്നിംഗ് 11 കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഇന്ത്യ ആഗ്രഹം. അതെ, സോ വിന്നിംഗ് 11 കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിക്കാം. ബട്ട് ഇന്ത്യയുടെ ബൗളിംഗും ഒരു കൺസേൺ ആണ്. കഴിഞ്ഞ കളി മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യക്ക്. മിഡിൽ ഓവേഴ്സും ഡെത്ത് ഓവേഴ്സും ഇന്ത്യക്ക് പ്രശ്നമാണ്. ശരിക്കും ഒരു ടെസ്റ്റ് ഡെത്ത് ഓവറിൽ കിട്ടിയിട്ടില്ല ഇന്ത്യക്ക്. കഴിഞ്ഞ കളി അത്ര വിക്കറ്റ് ലോസ് ആയതുകൊണ്ട് ബംഗ്ലാദേശ് ബാറ്റേഴ്സിന് ഒരു ഫയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ ഡെത്ത് ഓവറും മിഡിൽ ഓവറും വലിയൊരു കൺസേൺ ആണ്. സോ മുഹമ്മദ് ഷമി നമുക്ക് കഴിഞ്ഞ കളി 5 വിക്കറ്റ് എടുത്തെങ്കിലും നമ്മൾ കണ്ട ഒരു മുഹമ്മദ് ഷമി നമ്മൾ കണ്ടിട്ടില്ല. ഡെത്ത് ഓവേഴ്സിൽ എങ്ങനെയാണ് ഇന്ത്യ പ്രതിരോധിക്കുന്നത് നോക്കിയിട്ടായിരിക്കും നാളത്തെ കളിയിലെ. ബംഗ്ലാദേശിന് കളി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് 2-3 വിക്കറ്റ് എല്ലാം ഒരു വലിച്ചെറിഞ്ഞ വിക്കറ്റാണ്. ഔട്ട് സൈഡ് വളരെ വൈഡായി പോകുന്ന ബൗളിനൊക്കെ കൊണ്ടുപോയി ബാറ്റ് വെച്ച് ഔട്ട് സൈഡ് തേർഡ് മാനിലൊക്കെ ക്യാച്ച് പോയ വിക്കറ്റ്സ് ആയിരുന്നു. സോ പാകിസ്ഥാൻ ഗെയിമിലോട്ട് വരുമ്പോൾ പാകിസ്ഥാനും ബെറ്റർ ബാറ്റേഴ്സ് ഉള്ള ടീമാണ്. സോ ഈ ബൗളിംഗ് ലൈനപ്പ് ഒന്നുകൂടി കൺസേൺഡ് ആണ്. പിന്നെ ബാറ്റിംഗിലോട്ട് വരികയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ ഫോമിലാണ്. സെഞ്ചുറി അടിച്ച് ഫോമിലാണ്. നാളെ ശുഭ്മാൻ ഗില്ലും ബാബർ അസം തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആണ് നമ്പർ 1 പൊസിഷൻ. അതെ, കാണാം. അപ്പം നാളത്തെ ഹുദന്റെ 5 പിക്ക് പറയട്ടെ. ഫസ്റ്റ് ഞാൻ പറയാല്ലേ? ഇത് പറയട്ടെ. ചിലപ്പോ വ്യൂവേഴ്സ് എല്ലാം പറയും രോഹിത് ശർമ്മ പറയല്ലേ, വിരാട് കോഹ്ലി പറയല്ലേ. ഞാൻ ഫസ്റ്റ് പേര് തന്നെ വിരാട് കോഹ്ലി. പാകിസ്ഥാനായിട്ടുള്ള മാച്ച് വിരാട് കോഹ്ലി തന്നെ ഷൈൻ ചെയ്യുമെന്ന് വിചാരിക്കാം. സോ കഴിഞ്ഞ 2 കളിയും ഞാൻ പറഞ്ഞ ആൾക്കാർ പെർഫോം ചെയ്തിട്ടില്ല, ഫസ്റ്റ് പറഞ്ഞ ആൾക്കാർ. ബട്ട് നാളെ ഞാൻ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിട്ട് തന്നെ ഇടുന്നു ഫാന്റസി 11. സോ വിരാട് കോഹ്ലി വിൽ ഷൈൻ. സോ വിരാട് കോഹ്ലിയോടൊപ്പം വീണ്ടും ശ്രേയസ് അയ്യറിനെ ഞാൻ ഒന്നും കൂടി വെക്കുന്നു.
സോ മുഹമ്മദ് റിസ്വാനെ ഞാൻ എടുക്കുന്നു. ദെൻ ബൗളിങ്ങിൽ ഞാൻ അക്സർ പട്ടേലിനെ എടുക്കുന്നു. സോ 2 dimension പ്ലെയർ അക്സർ പട്ടേലിനെ എടുക്കുന്നു. ദെൻ നസീം ഷാ. നല്ലൊരു വിക്കായി പോയി. നസീം ഷാ ആക്ച്വലി നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കളി. സോ ഇതിന്റെ 5 ആൾക്കാർ ആരൊക്കെയാ? എല്ലാരും വെയിറ്റ് ചെയ്യുന്ന റംഷാന്റെ പിക്കിനാ നാളെ ക്യാപ്റ്റൻ ആക്കി ഇടാൻ വേണ്ടിട്ട്. എന്റെ പിക്ക് ക്യാപ്റ്റൻ ശർമ്മ, ഹിറ്റ്മാൻ റിസ്വാൻ, മുഹമ്മദ് റിസ്വാൻ ഞാൻ എടുത്തു. മുഹമ്മദ് റിസ്വാൻ ഈ എടുത്തില്ലെങ്കിൽ ഞാൻ എടുത്തു. മുഹമ്മദ് റിസ്വാൻ ഇല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ, ഹാരിസ് റൌഫ്, ഓക്കെ, മുഹമ്മദ് ഷമി. ഒരാളും കൂടി എടുക്കാം. 4 ആളായില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ സ്പിൻ ബോളർ പോകുന്നു, കുൽദീപ്. സോ ക്യാപ്റ്റൻ വിൽ ബി രോഹിത് ശർമ്മയുടെ ദിവസമായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും നമ്പർ 1, നമ്പർ 2 ബാറ്റേഴ്സിനെ എടുത്തിട്ടില്ല. ശുഭ്മാൻ ഗിൽ, ബാബർ അസം. സോ ഇതാണ് നാളത്തെ ഫാന്റസി 11. സോ നാളെ നമുക്ക് വീണ്ടും കാണാം ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന് ശേഷം. സോ വി ഹോപ്പ് ഇന്ത്യ വിൽ വിൻ. നമുക്ക് ഇന്ത്യ നാളെ വിജയിച്ചു വരുന്ന പ്രതീക്ഷിക്കാം. പാകിസ്ഥാൻ ഒരു ഡു ഓർ ഡൈ മത്സരമാണ്. സോ പാകിസ്ഥാൻ തീരും വാശിയോട് കൂടി തന്നെ നാളെ കളിക്കളത്തിൽ ഇറങ്ങും വിചാരിക്കാം. സോ ക്രിക്കറ്റ് ആരാധകർക്ക് നാളെ ഒരു വിരുന്ന് തന്നെ ഉണ്ടാവും. നല്ലൊരു മത്സരം ആയിരിക്കട്ടെ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.